ബുദ്ധൻ്റെ അടുത്ത് വീണ്ടും വന്നപ്പോൾ ബുദ്ധൻ പറഞ്ഞു, എന്താ ഇപ്പൊ പ്രശ്നം? പറഞ്ഞു, അങ്ങ് എന്നോട് പറഞ്ഞു വെളിച്ചമില്ലെന്ന്, പക്ഷെ വെളിച്ചമുണ്ട്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് വെളിച്ചമുണ്ടെന്ന്. അപ്പൊ ബുദ്ധൻ പറഞ്ഞു, ഇപ്പൊ വെളിച്ചമുണ്ടോ? ആ വെളിച്ചമുണ്ട്, എനിക്കിപ്പോ കണ്ണ് കാണാൻ പറ്റുന്നു. അപ്പൊ ബുദ്ധൻ പറഞ്ഞു, വളരെ നല്ല കാര്യം. അപ്പൊ അങ്ങ് പിന്നെ എന്തുകൊണ്ടാണ് അന്ന് പക്ഷെ വെളിച്ചം ഇല്ലെന്ന് പറഞ്ഞു? അപ്പൊ ബുദ്ധൻ പറഞ്ഞു, ഞാൻ അന്ന് വെളിച്ചമില്ലെന്ന് പറഞ്ഞാൽ അങ്ങ് എന്ത് ചെയ്യും? അന്ധമായിട്ട് എന്നെ വിശ്വസിക്കും. കാരണം എന്നിൽ അങ്ങേക്ക് ഒരു മതിപ്പുണ്ട് അല്ലേ? ആരൊക്കെ പറഞ്ഞു കേട്ടിട്ട് ശ്രീബുദ്ധൻ ഏതോ വലിയൊരു സംഭവമാണെന്ന രീതിയിൽ അതിൻ്റെ പേരിൽ അങ്ങ് എന്നെ അന്ധമായിട്ട് വിശ്വസിക്കും. എന്നിട്ട് ഈ അന്ധകാരവും കൊണ്ട് ജീവിതകാലം മൊത്തം ജീവിച്ച് തീർക്കുകയും ചെയ്യും. പക്ഷെ അതേ സമയത്ത് ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞു ഒരു കാര്യം അങ്ങ് അനുസരിക്കാൻ തയ്യാറായി. ഞാൻ വെളിച്ചത്തിന്റെ കാര്യത്തില് അവിടെ അങ്ങയുടെ ഇഷ്ടം പോലെ അങ്ങ് എന്ത് കരുതി വെച്ചിരിക്കുന്നു അത് അങ്ങനെ തന്നെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞുള്ളൂ അല്ലേ? മാറ്റാൻ നിന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം അങ്ങേക്ക് നിർദ്ദേശിച്ചു, അത് അങ്ങ് അനുസരിച്ചു. ആ അനുസരിച്ചതിൻ്റെ പേരിൽ ഇപ്പോഴിതാ അങ്ങേക്ക് വെളിച്ചം കിട്ടിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ചെയ്യേണ്ടത് ഇതേ സംഗതിയാണ്. ജീവിതത്തിൽ നമ്മൾ അന്ധമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തണ്ട. അന്ധമായ വിശ്വാസങ്ങൾ നമ്മളെ എവിടെയും എത്തിക്കില്ല, നാശത്തിലേക്ക് കൊണ്ടുപോകും. നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടുന്ന നമ്മുടെ ബോധമണ്ഡലത്തെ ഉണർത്താൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിൽ വഴിത്തിരിവ് സംഭവങ്ങൾ പലർക്കും നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മൾ വേറൊരു തലത്തിലേക്ക് എത്തും. നമ്മുടെ ഉള്ളുണരുന്ന് തുടങ്ങും. നമ്മുടെ മനസ്സിലെ കാഴ്ചപ്പാടുകൾ മാറി തുടങ്ങും. ഈ കാഴ്ചപ്പാടിലെ ചെറിയ ഒരു മാറ്റം നമ്മൾ ഇന്ന് മാറ്റിയാൽ കുറേ ദൂരം പോയി കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആ ചെറിയ മാറ്റം അതാണ് വേണ്ടത്.